ഗോപാലകൃഷ്ണനെ കാണാനില്ല എന്ന വാർത്ത എല്ലാവരുടെയും മനസ്സിൽ ദുഃഖം നിറച്ചു. ശോഭ അലമുറയിട്ട് കരയാൻ തുടങ്ങി. ഞാൻ എന്റെ ഗോപാലേട്ടനെ ഒരു നിമിഷം സംശയിച്ചു പോയല്ലോ. ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയില്ലല്ലോ. എല്ലാവരും ഒറ്റപ്പെടുത്തിയ കൂട്ടത്തിൽ ഞാനും കൂടി ഒറ്റപ്പെടുത്തിയപ്പോൾ അദ്ദേഹം തകർന്നു പോയി കാണും എന്നൊക്കെ പറഞ്ഞ് ശോഭ കരയാൻ തുടങ്ങി. അമ്മേ, വിഷമിക്കാതെ. അച്ഛനെ കുറിച്ചോർത്ത് പേടിക്കണ്ട. സത്യം തെളിയിച്ചതിന് ശേഷമേ അച്ഛൻ നമ്മുടെ മുമ്പിൽ വരൂ എന്നും പറഞ്ഞ് അച്ഛൻ എന്റെ ഫോണിലേക്ക് ഒരു വാട്സപ്പ് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് ആകാശ് ആ മെസ്സേജ് ശോഭയെ കാണിച്ചു. അതേ മെസ്സേജ് തന്നെ കാന്തിയുടെ ഫോണിലേക്കും വന്നിരുന്നു. ഈ മെസ്സേജ് എന്റെ ഫോണിലേക്കും വന്നിട്ടുണ്ട്, അവൾ കണ്ണീരോടെ പറഞ്ഞു. അപ്പോൾ തന്നെ ശോഭ തന്റെ ഫോൺ എടുത്ത് നോക്കി. ശോഭയെ, മനസ്സുകൊണ്ട് പോലും ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല. ഒരു പെണ്ണിനെ ഞാൻ മറ്റൊരു രീതിയിൽ കണ്ടിട്ടുമില്ല. എന്റെ സത്യം തെളിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ നിന്റെ മുൻപിൽ ഇനി വരികയുള്ളൂ. ഇതായിരുന്നു ഗോപാലകൃഷ്ണൻ ശോഭയ്ക്ക് അയച്ച മെസ്സേജ്. ആ മെസ്സേജ് കണ്ടതും ശോഭ പൊട്ടിക്കരഞ്ഞു. ഒപ്പം കാന്തിയും അഭിരാമിയും മുത്തശ്ശിയും കരഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ നിർവികാരതയോടെ നിൽക്കുകയായിരുന്നു ആകാശ്. അപ്പോൾ തന്റെ മുമ്പിൽ നെഞ്ചുപൊട്ടി കരയുന്നവരുടെ സങ്കടം താങ്ങാൻ കഴിയാതെ മഹാദേവൻ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി. തന്റെ വാട്സപ്പിലേക്ക് വന്ന ഗോപാലകൃഷ്ണന്റെ മെസ്സേജിലേക്ക് ഉറ്റുനോക്കി. സത്യങ്ങൾ നിനക്കറിയാമല്ലോ. ഞാൻ എന്റെ മനസ്സ് മുഴുവൻ തുറന്നത് നിന്റെ മുൻപിലല്ലേ. ഞാൻ തിരിച്ചു വരുന്നവരെ എന്റെ കുടുംബത്തെ നോക്കണേ മോനെ. ആ ടെക്സ്റ്റ് മെസ്സേജ് വായിച്ചതും മഹാദേവന്റെ മനസ്സിൽ കൊത്തിവലിക്കുന്ന ഒരു വേദന തോന്നി, നെഞ്ച് നീറുന്നത് പോലെ. ഗുഡ് മോർണിംഗ് സർ എന്ന സ്ത്രീ ശബ്ദം കേട്ടതും അവൻ ഫോണിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ച് ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നോക്കി. അവനെ നോക്കി അല്പം ഭയത്തോടെ നിറമില്ലാത്തൊരു പുഞ്ചിരിയോടെ കൂടി നിൽക്കുകയാണ് ദീപ്തി. ആ, ഇതാരാ? ദീപ്തിയോ? വെരി ഗുഡ് മോർണിംഗ്, അവൻ മുഖത്ത് പുഞ്ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. കാന്തി എവിടെ? അവൾ അല്പം ഭയത്തോടെ ചോദിച്ചു. അകത്തുണ്ട്. തനിക്കിന്ന് ഡ്യൂട്ടിയില്ലേ? ഇല്ല സർ, ഞാനിന്ന് ലീവില്ല എന്ന് മഹാദേവനെ നോക്കി അല്പം ഭയത്തോടെ പറഞ്ഞ ശേഷം അവൾ അകത്തേക്ക് കയറിപ്പോയി. ദീപ്തിയുടെ മുഖത്തെ ഭയം നിഴലിക്കുന്നത് മഹാദേവന് മനസ്സിലായിരുന്നു. തന്നെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം ദീപ്തി അറിഞ്ഞിട്ടുണ്ടെന്ന് അവളുടെ മുഖത്തു നിന്ന് തന്നെ അവന് മനസ്സിലായി. ദീപ്തി പോയ വഴിയെ നോക്കി വേദനയോടെ ഒന്ന് പുഞ്ചിരിച്ച ശേഷം അവൻ അവന്റെ കാറെടുത്ത് പുറത്തേക്ക് പോയി. ഓരോരുത്തരും അവരവരുടെ മുറികളിൽ തളർന്നിരിക്കുകയാണ്. ഫോണിലെ തന്റെ അച്ഛന്റെ ഫോട്ടോ നോക്കി കണ്ണീർ വാർത്തുകൊണ്ടിരിക്കുകയായിരുന്നു കാന്തി. അപ്പോൾ ഹലോ, ഗുഡ് മോർണിംഗ് സൂര്യകാന്തി എന്ന ദീപ്തിയുടെ ശബ്ദമാണ് കാന്തിയെ ഉണർത്തിയത്. ആ, നീയോ? ദീപ്തിയെ കണ്ടതും കാന്തി വേദനയോടെ അവളെ നോക്കി പുഞ്ചിരിച്ചു. നീ ആകെ കോലം കെട്ട് പോയല്ലോ എന്റെ മോളെ. വിശേഷങ്ങളൊക്കെ ഞാൻ ആകേശട്ടൻ പറഞ്ഞറിഞ്ഞു. മഹാദേവൻ സാറ് ഇത്രയ്ക്കും ദുഷ്ടനായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല. സാറിന്റെ വീട്ടിൽ കൊണ്ടുപോയി നിന്നെ ഒരുപാട് ഉപദ്രവിച്ചോ? ഞാനിങ്ങോട്ട് കയറി വരുമ്പോൾ ഉമ്മർത്ത് തന്നെ സാറ് നിൽപ്പുണ്ടായിരുന്നു. എന്തെങ്കിലും മിണ്ടണ്ടേ എന്ന് കരുതി ഞാനൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞു. പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാന്തി, സാർ ഇത്രയ്ക്കും മോശപ്പെട്ട വ്യക്തിയാണെന്ന്. ദീപ്തി ഇത്രയൊക്കെ പറഞ്ഞിട്ടും കാന്തി ഒന്നും മിണ്ടിയില്ല. നീ എന്തിനാ മോളെ ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നത്? സാറുമായി ഒത്തുപോകാൻ കഴിയുന്നില്ലെങ്കിൽ നിനക്ക് ഈ ബന്ധം വേണ്ടെന്ന് വെച്ച് ഇവിടെ വന്ന് നിന്നുകൂടെ? നിന്റെ വീട്ടുകാർ നിന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കില്ലേ? നീ എന്തിനാണ് ഇത്രയും സഹിക്കുന്നത്? നിന്നെ ചതിച്ച് വിവാഹം കഴിച്ചതിന്റെ പേരിൽ ഒരു കേസ് അങ്ങോട്ട് കൊടുക്കണം. എന്നാലും എന്റെ മോളെ, ഓർക്കുമ്പോൾ എന്റെ ശരീരം മുഴുവൻ വിറയ്ക്കുന്നു. പക തീർക്കാൻ ചതിച്ച് വിവാഹം കഴിക്കുക, വിവാഹത്തിന്റെ അന്ന് തന്നെ നിന്നെയും കൊണ്ട് ഏതോ അന്യരാജ്യത്തേക്ക് താമസം മാറുക, അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുക. എന്നാലും ആ വേണിയുടെ സഹോദരനാണ് മഹാദേവൻ സാർ എന്ന് നമ്മൾ മുമ്പ് അറിഞ്ഞില്ലല്ലോ. അതൊക്കെ പോട്ടെ, എല്ലാം കഴിഞ്ഞില്ലേ? നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊക്കെ ഇപ്പോൾ സ്ത്രീകൾക്ക് അനുകൂലമാണ്. സാറിന്റെ കൂടെ ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിനക്ക് അയാളെ ഉപേക്ഷിച്ചുകൂടെ? എന്തിനാണ് പിന്നെ അയാളെ കൂടെ കൊണ്ട് നടക്കുന്നത് എന്നൊക്കെ ദീപ്തി ആവർത്തിച്ചു ചോദിച്ചുകൊണ്ടേയിരുന്നു. ദീപ്തി, നീ അറിഞ്ഞതൊന്നുമല്ല സത്യം. മഹിയേട്ടന്റെ അനുജത്തി വേണിയോ അദ്ദേഹത്തിന്റെ അച്ഛൻ പ്രിയദർശനോ ഒന്നുമല്ല കുറ്റക്കാർ. ഞാൻ എല്ലാം നിന്നോട് പറയാം, പക്ഷെ ഇപ്പോഴല്ല. എല്ലാ കാര്യത്തിനും ഒരു ക്ലാരിറ്റി കിട്ടിയതിനു ശേഷം ഞാൻ എല്ലാം നിന്നോട് പറയാം. അല്ല, ഈ വീട്ടിലുള്ള മറ്റുള്ളവരൊക്കെ എവിടെ പോയി? ആരെയും ഹാളിൽ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ദീപ്തി റൂമിന് ചുറ്റും നോക്കി. അപ്പോഴാണ് അവിടേക്ക് അഭിരാമി കയറി വന്നത്. ആഹാ, നീ ഇന്ന് കോളേജിൽ പോയില്ലേ? അഭിരാമിയെ കണ്ടതും ദീപ്തി പുഞ്ചിരിയോടെ ചോദിച്ചു. കരഞ്ഞു വീർത്ത കണ്ണുകളോടെ നിൽക്കുന്ന അഭിയെ കണ്ടതും ദീപ്തിയുടെ ചിരി മങ്ങി. എന്താ അഭിമോളെ, നിന്റെ മുഖം ഇങ്ങനെ? ഇന്നലെ നീ ഉറങ്ങിയില്ലേ? അതോ കരയുകയായിരുന്നോ? ദീപ്തിയുടെ ചോദ്യം കേട്ട് അഭി പൊട്ടിക്കരഞ്ഞു. എന്താ അഭിമോളെ, നീ കരയാതെ കാര്യം പറയടി എന്നും പറഞ്ഞ് അവൾ അഭിയെയും കാന്തിയെയും നോക്കി. ചേച്ചിയും അനിയത്തിയും ഒരുപോലെ. എന്താ കാര്യമൊന്നും എന്നോട് പറയുന്നില്ല. ഏതായാലും നിങ്ങൾ എന്നോട് പറയണ്ട, ഞാൻ എന്റെ ആകാശേട്ടനോട് ചോദിച്ചോളാം എന്നും പറഞ്ഞ് ദീപ്തി ആ മുറി വിട്ട് ആകാശിന്റെ മുറിയിലേക്ക് പോയി. പരസ്പരം ഒന്നും പറയാൻ കഴിയാതെ മുഖത്തോട് മുഖം നോക്കി നിന്നു കാന്തിയും അഭിയും. ആകാശിന്റെ മുറിയിലേക്ക് പോയ ദീപ്തി പെട്ടെന്ന് തന്നെ തിരിച്ച് കാന്തിയുടെ മുറിയിലേക്ക് വന്നു. എന്താ കാന്തി, എന്താണ് ഇവിടെ എല്ലാവർക്കും സംഭവിച്ചത്? ആകാശാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. എന്താണെങ്കിലും എന്നോട് പറ. എവിടെ ശോഭാന്റി? അങ്കിൾ എവിടെ? ദീപ്തിയുടെ ചോദ്യങ്ങൾക്കൊന്നും കാന്തി ഒരു മറുപടിയും പറഞ്ഞില്ല. അച്ഛനെ കാണാനില്ല ദീപ്തി ചേച്ചി.
സങ്കടത്തോടെ ഇത് പറഞ്ഞത് അഭിരാമിയാണ്. അയ്യോ, അങ്കിൾ എങ്ങോട്ട് പോയി? അപ്പോൾ അങ്കിൾ ഇവിടെ ഇല്ലേ? അവൾ കാന്തിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എവിടേക്ക് പോയെന്ന് അറിയില്ല ചേച്ചി, ഇന്നലെ ഇവിടെ ചില പ്രശ്നങ്ങളുണ്ടായി എന്നൊക്കെ അഭിരാമി പറയാൻ തുടങ്ങിയതും കാന്തി പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിൽ പിടിച്ചു. ശേഷം പറയണ്ട എന്ന രീതി തലയാട്ടി. അത്ര വലിയ കാര്യമാണെങ്കിൽ എന്നോട് പറയണ്ട, നിങ്ങൾ എന്നെ അന്യായിട്ടല്ലേ കാണുന്നത്? ദീപ്തി അല്പം ദേഷ്യത്തോടെ കാന്തിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നിന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല ദീപ്തി, ചില കാര്യങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാനുണ്ട്. സത്യം പുറത്തു വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും നിന്നോട് വിശദമായി പറയാം, കാന്തി ദീപ്തിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കുറച്ചു സമയം കഴിഞ്ഞതും പുറത്തുപോയ മഹാദേവൻ തിരിച്ചു വന്നു. എല്ലാവർക്കുമുള്ള ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിയാണ് അവൻ തിരിച്ചു വന്നത്. കൊണ്ടുവന്ന കവറുകൾ ഡൈനിങ് ടേബിളിൽ വെച്ച് അവൻ എല്ലാവരെയും വിളിച്ചു. ഇന്നെന്താ, ആർക്കും ഇവിടെ ഭക്ഷണം കഴിക്കണ്ടേ? ഭക്ഷണം ഒന്നും തൊണ്ടയിൽ നിന്ന് ഇറങ്ങുമെന്ന് തോന്നുന്നില്ല മോനെ, മുത്തശ്ശി സങ്കടത്തോടെ പറഞ്ഞു. ഇത് നല്ല തമാശ. ഒരസുഖമില്ലാത്ത ആളാണെങ്കിൽ പോലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെയാണ് ധാരാളം മരുന്നുകൾ കഴിക്കുന്ന മുത്തശ്ശി ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താൽ എന്താ ഉണ്ടാവുക എന്ന് ചിന്തിച്ചുകൂടെ? അസുഖം കൂടി ഹോസ്പിറ്റലിൽ കിടക്കാൻ മുത്തശ്ശിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ? എന്റെ മകൻ എവിടെയാണെന്ന് ഒരു വിവരം പോലും അറിയാതെ എനിക്കൊരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ കഴിയില്ല മോനെ. പുറത്തുനിന്ന് ഒന്നും കഴിക്കാത്തവനാ എന്റെ മോൻ. ഒരു തുള്ളി വെള്ളം പോലും പുറത്തുനിന്ന് അവൻ കഴിയുന്നതും വാങ്ങി കുടിക്കില്ല. അവൻ എന്തെങ്കിലും കഴിച്ചു കാണുമോ എന്തോ, മുത്തശ്ശി സങ്കടത്തോടെ പറഞ്ഞു. എന്റെ മുത്തശ്ശി, പുറത്തേക്ക് പോകുമ്പോൾ പുറത്തുനിന്ന് ആഹാരം കഴിച്ചേ പറ്റൂ. അച്ഛനൊക്കെ ഇപ്പൊ ആഹാരം കഴിച്ചു കാണും. മുത്തശ്ശി ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് മുത്തശ്ശിയെ നിർബന്ധിച്ച് ഡൈനിങ് ടേബിളിൽ കൊണ്ടിരുത്തിയ ശേഷം ഒരു പ്ലേറ്റ് എടുത്ത് ഇഡലിയും ചട്നിയും സാമ്പാറും ചമ്മന്തിയും വിളമ്പി. അതുപോലെ തന്നെ ശോഭയും അഭിരാമിയെ നിർബന്ധിച്ചു കൊണ്ടിരുത്തി ഭക്ഷണം കഴിപ്പിച്ചു. ആകാശം കാന്തിയും അപ്പോഴും ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കിയില്ല. എന്റെ പൊന്നു കാന്തി, സ്വന്തം ഭർത്താവ് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുപോയി വാങ്ങിക്കൊണ്ടുവന്ന് സ്നേഹത്തോടെ വിളിക്കുമ്പോൾ ഇതുപോലെ ജാടയായിട്ട് മാറിയിരിക്കുകയല്ല വേണ്ടത്. നിങ്ങളൊക്കെ പറയുന്ന പോലെ സാറിന്റെ പെരുമാറ്റത്തിൽ എനിക്കൊന്നും തെറ്റായി തോന്നുന്നില്ല. സാറിപ്പോഴും ജെന്റിമാൻ തന്നെയാണ്. സാർ എന്നെയും വിളിച്ചതാ ഭക്ഷണം കഴിക്കാൻ. പിന്നെ നീ വലിയ ജാടയായിട്ട് ഇല്ല എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാ ഞാൻ കഴിക്കാതിരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഒന്നും കഴിച്ചിട്ടില്ല. ഇവിടെ വന്ന് ശോഭാന്റിയുടെ കയ്യിൽ നിന്ന് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി ഞാൻ വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കാതെ വന്നത്. ദീപ്തി അല്പം സങ്കടത്തോടെ പറഞ്ഞു. പിന്നെയും ഓരോന്നൊക്കെ പറഞ്ഞ് ദീപ്തി കാന്തിയെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. അവസാനം സഹി കേട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കാന്തി തയ്യാറായി. ദീപ്തിയും കാന്തിയും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഡൈനിങ് ടേബിളിലേക്ക് വന്നതും അവിടെ ഇരുന്ന് മഹാദേവനും ആകാശം ഭക്ഷണം കഴിക്കുന്നത് കണ്ടു. ആഹാ, ഇപ്പൊ എന്തായി എന്റെ കാന്തി മോളെ? നീയും ആകാശം ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്ന് നിർബന്ധം പറഞ്ഞു. എന്നിട്ടിപ്പൊ എന്തായി? ദേ, അളിയനും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. ദേ, നീ ഫുഡ് കഴിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ നീ മാത്രം ഒറ്റപ്പെട്ടു പോയനെ എന്നൊക്കെ ദീപ്തി കാന്തി കേൾക്കാൻ പാകത്തിന് പറഞ്ഞു. അതിനൊരു മറുപടി കാന്തി പറഞ്ഞില്ല. അവളും ദീപ്തിയും ഒന്നും മിണ്ടാതെ ഡൈനിങ് ടേബിളിന്റെ ഇരുവശത്തായി ഇരുന്ന് ഫുഡ് കഴിച്ചു. കാന്തി ഫുഡ് കഴിക്കുന്നത് കണ്ടത് മഹാദേവന്റെ ചുണ്ടിന്റെ കോണിൽ ഒരു ചെറുപുഞ്ചിരി വിരിഞ്ഞു. അവന്റെ ഫുഡ് അവൻ വേഗം കഴിച്ച് അപ്പോ തന്നെ എഴുന്നേറ്റ് പോയി. അടുക്കളയിൽ ശോഭയും മുത്തശ്ശി തിരക്കിട്ട ജോലിയിലാണ്. ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആദ്യമായാണ് പുറത്തുനിന്ന് വാങ്ങുന്നത്. എത്രയായാലും കാന്തിയെ താലികെട്ടിയ അവളുടെ ഭർത്താവല്ലേ. ഭാര്യ വീട്ടിൽ വന്ന് ഇനി പട്ടിണി കിടന്നു എന്ന് പറയണ്ട. ബ്രേക്ക്ഫാസ്റ്റ് തന്നെ മഹാദേവൻ വാങ്ങിക്കൊണ്ട് വന്നത് തന്നെ ഈ അക്ഷരം വീടിന് നാണക്കേടാണ് എന്നൊക്കെ ചിന്തിച്ച് ശോഭയും മുത്തശ്ശിയും അടുക്കളയിൽ തകൃതിയായ പണിയിലാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടേക്ക് കാന്തിയും ദീപ്തിയും അഭിരാമിയും കൂടി വന്നു. അവരും ലഞ്ചുണ്ടാക്കാൻ ശോഭയെ സഹായിച്ചു. മനസ്സിൽ ദുഃഖമുണ്ടെങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ എല്ലാവരും കൂടെ ഇരുന്ന് അന്ന് ലഞ്ച് കഴിച്ചു. ലഞ്ച് കഴിക്കുമ്പോഴും അവർ പരസ്പരം സംസാരിച്ചില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അക്ഷരമുറ്റം തറവാടിന്റെ കോളിംഗ് ബെൽ മുഴങ്ങി. വാതിൽ പോയി തുറന്നത് ആകാശാണ്. ഇതാരാ? ശേഖരനെങ്കിലോ? അവൻ മനസ്സിലെ ദുഃഖം മറച്ചു പിടിച്ചുകൊണ്ട് ശേഖരനെ നോക്കി പുഞ്ചിരിച്ചു. അയാളെ അകത്തേക്ക് ക്ഷണിച്ചിരുത്തി. ശേഷം മറ്റുള്ളവരെയെല്ലാം സ്വീകരണ മുറിയിലേക്ക് വിളിച്ചു വരുത്തി. എവിടെ ഗോപാലകൃഷ്ണൻ, എവിടെ? ശേഖരൻ പുഞ്ചിരിച്ചുകൊണ്ട് തിരക്കി. ശേഖരനോട് എന്ത് പറയണമെന്നറിയാതെ എല്ലാവരും നിർവികാരതയോടെ പരസ്പരം മുഖത്തേക്ക് നോക്കി. അച്ഛൻ കോഴിക്കോട് വരെ പോയിരിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞ് മടങ്ങി വരും. ശേഖരനെ അടിമുടി നോക്കിക്കൊണ്ട് മഹാദേവൻ പറഞ്ഞു. ആണോ? പക്ഷെ അവൻ ഇന്നലെ വിളിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ഇന്നിങ്ങോട്ട് ഇറങ്ങുമെന്ന് അവനോട് പറഞ്ഞതാണ്. ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. വളരെ നിഷ്കളങ്കമായി തന്നെ ശേഖരൻ ഇതൊക്കെ പറഞ്ഞു. അറിയില്ല, ചിലപ്പോൾ ചാർജ് ഇല്ലാതെ അച്ഛന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി കാണും. 2 ദിവസം കഴിഞ്ഞ് അച്ഛൻ വരും. മഹാദേവൻ പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട് ആകാശം പറഞ്ഞു. എന്നാ ശരി, ഞാൻ വന്ന കാര്യം പറയാം. എന്റെ മകന്റെ കല്യാണമാണ്. 2 ആഴ്ചയ്ക്ക് ശേഷം ബാംഗ്ലൂരിൽ വെച്ചാണ് കല്യാണം. നിങ്ങൾ എല്ലാവരും വരണം. ഞാൻ ഗോപാലകൃഷ്ണനെ പിന്നീട് വിളിച്ചു പറഞ്ഞുകൊള്ളാം. ഏതായാലും എനിക്കിനി ഇരിക്കാൻ സമയമില്ല. ഒരുപാട് സ്ഥലത്ത് കല്യാണം ക്ഷണിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് ശേഖരൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ ശേഖരന്റെ കണ്ണിലെ അഗ്നി മഹാദേവന് ഏറെക്കുറെ മനസ്സിലായിരുന്നു. ഗോപാലകൃഷ്ണൻ പറഞ്ഞ കഥയിലെ വില്ലൻ ഈ ശേഖരൻ തന്നെയാണെന്ന് മഹാദേവന് മനസ്സിലായി. അവൻ അപ്പോൾ തന്നെ ശേഖരൻ വന്ന കാറിന്റെ നമ്പറും
ശേഖരന്റെ ഫോൺ നമ്പറും അടക്കം മറ്റാർക്കോ കൈമാറി. പിന്നീട് അവൻ പ്രിയദർശനെ വിളിച്ചു. എന്താടാ മോനെ, ഒളിച്ചോടിപ്പോയ നിന്റെ അമ്മായിയച്ഛൻ തിരിച്ചു വന്നു? പ്രിയദർശൻ ഒരു പരിഹാസത്തോട് ചോദിച്ചു. ഗോപാലകൃഷ്ണൻ പറഞ്ഞ സത്യങ്ങളെല്ലാം മഹാദേവൻ അപ്പോൾ പ്രിയനോട് പറഞ്ഞു. ഏതായാലും നീയൊന്ന് അന്വേഷിക്കും മോനെ. ഇതിൽ ഗോപാലകൃഷ്ണൻ കുറ്റക്കാരനല്ലെങ്കിൽ അയാളോടും കുടുംബത്തോടും മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്. അവരോട് ചെയ്തു പോയ എല്ലാ തെറ്റും ഞാൻ പ്രായച്ചിത്തം ചെയ്യും. അതല്ല, ഗോപാലകൃഷ്ണൻ പിന്നെയും നിന്നെ നുണ പറഞ്ഞ് പറ്റിച്ചതാണെങ്കിൽ പിന്നെ അയാളുടെ കുടുംബം അവിടെ കാണില്ല. നിന്റെ ഭാര്യ അവളും ജീവിച്ചിരിക്കില്ല. വർദ്ധിച്ച ക്രൂരതയോടെ പ്രിയദർശൻ പറഞ്ഞു. പ്രിയദർശനോട് മറുപടിയൊന്നും പറയാതെ മഹാദേവൻ അപ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്തു. കാന്തിയെപ്പറ്റി പ്രിയദർശൻ പറഞ്ഞത് മഹാദേവന്റെ ഉള്ളിൽ ഒരു നീറ്റലായി മാറി. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം മഹാദേവനെ തേടി ഒരു ഫോൺ വന്നു. മറുവശത്ത് നിന്നുള്ള വിവരം കേട്ട് മഹാദേവന്റെ കണ്ണുകൾ വിടർന്നു. മുഖത്ത് ദേഷ്യം നിഴലിച്ചു. അപ്പോൾ തന്നെ ബാംഗ്ലൂരിലേക്ക് പോകാൻ അവൻ തീരുമാനിച്ചു. മുറിയിൽ തളർന്ന് കരഞ്ഞു കിടക്കുന്ന കാന്തിയുടെ അടുത്തേക്ക് അവൻ ചെന്നു. കരഞ്ഞു വാടിത്തളർന്നു കിടക്കുന്ന തന്റെ പെണ്ണിനെ കണ്ടതും അവന് പാവം തോന്നി. കാന്തി, അവൻ അവളെ പതുക്കെ വിളിച്ചു. അവന്റെ ശബ്ദം കേട്ടതും അവൾ പതുക്കെ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. ഞാൻ ബാംഗ്ലൂർ വരെ പോകുന്നു. ഇന്ന് വൈകുന്നേരത്തിന് ടിക്കറ്റ് എടുക്കണം. ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുമെന്ന് തോന്നില്ല. അതുകൊണ്ട് ട്രെയിനിൽ പോകേണ്ടി വരും. നേരം വെളുക്കും അവിടെ എത്തുമ്പോൾ. അവന്റെ വാക്കുകൾ കേട്ട് അവൾ കിടന്നിടത്ത് നിന്നും പതുക്കെ എഴുന്നേറ്റിരുന്നു. താൻ വിഷമിക്കേണ്ടടോ. അച്ഛനെ ഓർത്തിനി കരയുകയും വേണ്ട. തന്റെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അച്ഛന്റെ നിരപരാധിത്വം നമുക്ക് തെളിയിക്കാം. തെറ്റ് ചെയ്തവനെ നമുക്ക് ശിക്ഷിക്കുകയും ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് അവൻ ബാഗിൽ ഡ്രസ്സുകൾ എടുത്തു വെക്കാൻ തുടങ്ങി. മഹിയേട്ട എങ്ങോട്ടാ പോണേ? എന്റെ അച്ഛൻ ബാംഗ്ലൂരാണോ? അവൾ സംശയത്തോടെ ചോദിച്ചു. അവൻ അവളെ നോക്കാതെ ഒന്ന് മൂളിക്കൊണ്ട് പിന്നെയും വസ്ത്രങ്ങൾ എടുത്ത് അടുക്കി വെക്കാൻ തുടങ്ങി. അച്ഛന്റെ അടുത്തേക്കാണോ ഏട്ടൻ പോകുന്നത്? അതെ എന്ന നിലയിൽ മൂളിക്കൊണ്ട് അവളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. എന്നാൽ ഞാനും വരും. എനിക്കും വരണം. എങ്ങോട്ട്? ഞാനും വരുന്നു മഹിയേട്ടന്റെ കൂടെ ബാംഗ്ലൂർക്ക്. അവൾ വാശി പിടിച്ചുകൊണ്ട് പറഞ്ഞു. താനൊന്നും വരണ്ട. ഞാൻ പോകുന്ന സ്ഥലം അവിടേക്ക് തന്നെ കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലമല്ല. അത് പറഞ്ഞാൽ പറ്റില്ല. എനിക്കും വരണം. ഇവിടെ ഇരുന്നാൽ എനിക്കൊരു മനസമാധാനവും കിട്ടില്ല. ഞാനും കൂടെ വരുന്നുണ്ട്. എനിക്ക് എന്റെ അച്ഛനെ പെട്ടെന്ന് തന്നെ കാണണം. കുറച്ചു സമയം ഞാൻ എന്റെ അച്ഛനെ തെറ്റിദ്ധരിച്ചു പോയി. അതിനാ കാലി വീണ് മാപ്പ് പറയണം, അവൾ വാശിയോടെ പറഞ്ഞു. മഹാദേവൻ എത്ര തന്നെ വിലക്കിയിട്ടും കാന്തി കൂട്ടാക്കിയില്ല. അവൾ അവന്റെ കൂടെ പോകാൻ വാശി പിടിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഗത്യന്തരമില്ലാതെ അവളെ കൂടെ കൂട്ടാൻ അവൻ തീരുമാനിച്ചു. ബാംഗ്ലൂരിലേക്ക് പോകുന്ന കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ ആകാശ് അവരുടെ കൂടെ പോകാൻ തയ്യാറായതാണ്. പക്ഷെ മഹാദേവൻ വേണ്ട എന്ന് പറഞ്ഞ് വിലക്കി. ആകാശ് തന്നെയാണ് അവരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കിയത്. എനിക്കും കൂടെ വരാമായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക്, അതും ബാംഗ്ലൂരിൽ, ആകാശ് സംശയത്തോടെ പറഞ്ഞു. അത് സാരമില്ല ആകാശേ. നീയും കൂടി ഞങ്ങളുടെ കൂടെ വന്നാൽ പിന്നെ വീട്ടിൽ ആരും ഇല്ലാതാകും. അമ്മയ്ക്കും മുത്തശ്ശിക്കും അഭിരാമിക്കും ഒരു ധൈര്യത്തിന് നീ വീട്ടിൽ നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. മഹാദേവൻ ആകാശിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ട്രെയിൻ വന്നതും ആകാശിനോട് യാത്ര പറഞ്ഞ് അവർ ട്രെയിനിൽ കയറി. ഒരു സീറ്റിൽ അടുത്തടുത്തായി അവർ ഇരുന്നു. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും മുഴുവൻ സമയം മഹാദേവൻ ഫോണിൽ ആരോടൊക്കെയോ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് ചിലരെ വിളിച്ച് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുമുണ്ട്. എന്നാൽ കാന്തിയുടെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു. തന്റെ അച്ഛൻ തെറ്റുകാരനല്ലെങ്കിൽ താൻ അച്ഛനോട് കാട്ടിയ ഈ അവഗണന ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റായി മാറും എന്നൊക്കെ ചിന്തിക്കും തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അവളുടെ ചുണ്ടുകൾ വിതുമ്പിക്കൊണ്ടിരുന്നു. ധൃതി പിടിച്ച് ഫോൺ ചെയ്യുന്നതിനിടയിൽ എപ്പോഴോ മഹാദേവന്റെ കണ്ണുകൾ അവളെ തേടിപ്പോയി. ഹൃദയം പൊട്ടി ചുണ്ടു വിതുമ്പി കരയുന്ന അവളെ കണ്ടതും അവൻ ഫോൺ ഓഫ് ചെയ്ത ശേഷം അവളെ ചേർത്ത് പിടിച്ചു. എന്താടോ ഇത്? താൻ എന്തിനാ കരയുന്നേ? തന്റെ അച്ഛനെ ഓർത്താണ് കരയുന്നതെങ്കിൽ ഇനി കരയണ്ട. നമ്മൾ അച്ഛന്റെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത്. അവൻ അവളെ ചേർത്ത് പിടിച്ചതും ഒരേങ്ങലോടെ അവൾ അവന്റെ മാറിലേക്ക് വീണു. പരമാവധി കരച്ചിൽ അടക്കി പിടിച്ച് അവൾ കണ്ണുകൾ അടച്ച് അവന്റെ നെഞ്ചോരം ചേർന്നിരുന്നു. ട്രെയിനിലെ ഭക്ഷണം മോശമാണെന്ന് പറഞ്ഞ് അവൻ ഭക്ഷണം പുറത്തുനിന്ന് ഓർഡർ ചെയ്തു. അടുത്ത സ്റ്റേഷൻ എത്തിയപ്പോഴേക്കും ഭക്ഷണം വന്നിരുന്നു. ചപ്പാത്തിയും കറിയുമാണ് അവൻ ഓർഡർ ചെയ്തത്. ഭക്ഷണപ്പൊതിയിൽ നിന്ന് 2 ചപ്പാത്തി എടുത്ത് ഡിസ്പോസിബിൾ പ്ലേറ്റിലിട്ട് കറിയും ഒഴിച്ച് അവൾക്ക് നൽകി. എനിക്ക് ഭക്ഷണം വേണ്ട, അവൾ നേർത്ത സ്വരത്തിൽ പറഞ്ഞു. അതെന്താ ഭക്ഷണം വേണ്ടാത്തെ? ഒന്നും കഴിക്കാതെ പെണ്ണിന്റെ കോലം കണ്ടില്ലേ? നീ ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും ഇരുന്നിട്ട് ഒരു പ്രശ്നവും തീരാൻ പോകുന്നില്ല. ഭക്ഷണം സമയത്തിന് കഴിക്കണം, അവൻ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. എനിക്ക് വേണ്ടാഞ്ഞിട്ടായിട്ടാ, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. അതെന്താ നിനക്ക് തോന്നാത്തെ? വിശപ്പില്ല. അതെന്താ നിനക്ക് വിശക്കാത്തെ? എടി പെണ്ണേ, ഞാൻ മര്യാദയുടെ ഭാഷയില പറയുന്നത്. ആഹാരം കഴിക്കേ, അല്ലെങ്കിൽ വേണ്ട. നിന്നെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് അവൻ ചപ്പാത്തിയുടെ ഒരു പീസ് പൊട്ടിച്ചെടുത്ത് ചിക്കൻ കറിയിൽ മുക്കി അവളുടെ നേരെ നീട്ടി. ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ഭക്ഷണം തനിക്ക് നേരെ നീട്ടിയവനെ പിന്നെയും ദേഷ്യം പിടിപ്പിക്കേണ്ട എന്ന് കരുതി അവൾ പതുക്കെ വായ തുറന്നു. അവൻ കൊടുക്കുന്ന ഓരോ പീസ് ചപ്പാത്തി അവൾ ധൃതിയിൽ തന്നെ കഴിച്ചുകൊണ്ടേയിരുന്നു. അയ്യേ, ഈ ചേച്ചിക്ക് തനിയെ ആഹാരം വാരി കഴിക്കാൻ അറിയില്ലേ? ഞാനൊക്കെ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കും. ഇവരുടെ എതിരെ സീറ്റിൽ ഇരുന്നിരുന്ന ഏകദേശം 6-7 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു.
അതേ മോളെ, ഈ ചേച്ചിക്ക് ആഹാരം കഴിക്കാൻ മടിയാ. ഈ ചേച്ചി ബാഡ് ഗേളാ. മോള് ഗുഡ് ഗേളല്ലേ? ഗുഡ് ഗേൾസ് ഒക്കെ തനിയെ ആഹാരം വാരി കഴിക്കും. മഹാദേവൻ ആ കുട്ടിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യേ ബാഡ് ഗേൾ എന്നും പറഞ്ഞ് ആ കുട്ടി ചിരിക്കാൻ തുടങ്ങി. അച്ഛനും മകളും അടങ്ങുന്ന ഒരു ചെറിയ ഫാമിലിയായിരുന്നു. അവർ ബാംഗ്ലൂരിൽ സ്ഥിര താമസക്കാരാണ്. എന്താ മോളുടെ പേര്? ഭക്ഷണശേഷം അവൻ ആ കുട്ടിയോട് ചോദിച്ചു. മിന്നു. ആഹാ, നല്ല പേരാണല്ലോ. അങ്കിളിന്റെ പേരെന്താ? എന്റെ പേര് മഹാദേവൻ. ചേച്ചിയുടെ പേരോ? ആ കുട്ടി കാന്തിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. മനസ്സ് അസ്വസ്ഥമായതിനാൽ കാന്തി ആ കുട്ടിയോട് ഒന്നും സംസാരിച്ചില്ല. അവൾ ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട് മഹാദേവനാണ് അവളുടെ പേര് പറഞ്ഞത്. ഈ ചേച്ചിയുടെ പേര് സൂര്യകാന്തി. ഈ സൂര്യകാന്തി മിണ്ടില്ലേ അങ്കിളെ? ആ കുട്ടി അല്പം കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. മിണ്ടും, നല്ലതുപോലെ മിണ്ടും. പക്ഷെ ഇപ്പൊ ചേച്ചിക്ക് വയ്യാതെ ഇരിക്കുകയാണ്. ചേച്ചി ഒന്ന് കിടന്നുറങ്ങട്ടെ എന്ന് കുഞ്ഞിനെ നോക്കി പറഞ്ഞതിന് ശേഷം മുകളിലത്തെ ബർത്തിൽ അവളെ കിടത്തി. അവൻ താഴെയും കിടന്നു. പിറ്റേ ദിവസം ബാംഗ്ലൂരിൽ ചെന്നിറങ്ങിയ അവർ അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ മുറിയെടുത്തു. ബാംഗ്ലൂരിൽ എത്തിയതും കാന്തി വളരെ ക്ഷീണിതയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അവളെ മുറിയിലിരുത്തി അവൻ ശേഖരന്റെ വീട് ലക്ഷ്യമാക്കി ഇറങ്ങി.